You can speak English well. നിനക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. നിനക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയുമോ? Can you speak English well? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ക്യാൻ വെച്ചിട്ടുള്ള വേർഡാണ് നമ്മളിവിടെ നോക്കിയത് അല്ലേ. സോ ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും എന്ന് മീൻ നമ്മുടെ കഴിവിന്, നമ്മുടെ എബിലിറ്റീസിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്യാൻ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഇത് സെന്റൻസ് വൈസ് ആയിട്ട് പറയുന്ന സമയത്ത് നമ്മൾ വിത്ത് സബ്ജക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. സോ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എന്നുള്ളത്. ഇനി നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് നിനക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈമിലാണെങ്കിൽ യു ക്യാൻ സേ ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. ദാറ്റ്സ് ദ വേ യു ആസ്ക് ദാറ്റ് question. Okay, now the next one is you can try to behave better. നിനക്ക് നന്നായി ബിഹേവ് ചെയ്യാൻ, നന്നായി പെരുമാറാൻ ട്രൈ ചെയ്യാൻ കഴിയും. യു ക്യാൻ ട്രൈ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സോ അവിടെയും ക്യാൻ എന്ന് പറയുന്ന ഒരു വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി കെനോട്ട്, അതായത് ക്യാനിന്റെ നെഗറ്റീവ് ഫോം ആയിട്ട് നിനക്ക് കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളത് പറയാം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു കെനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. നിനക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയില്ല. ഇങ്ങനെ നെഗറ്റീവ് ഫോംസിൽ ഇപ്പം ക്യാൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫോമാണ് അല്ലേ. നമ്മളുടെ എബിലിറ്റീസിന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്യാൻ എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് പറയുന്നതാണ്, കഴിയും എന്നുള്ളത്. ഇനി കഴിയില്ല എന്ന് പറയാനാണെങ്കിൽ we use the word there that is not. Okay, ഈ not യൂസ് ചെയ്തിട്ട് നമ്മൾ cannot എന്ന് പറയും. ഇതിന്റെ ഒരു contracted ഫോം ആയിട്ട് നമ്മൾ can't എന്നും പറയാനുണ്ട്. ഓക്കെ, CAN അപ്പോസ്ട്രോഫി ഇട്ടിട്ട് നമ്മൾ T കൊടുത്തിട്ട് can't എന്നും പറയും. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുകയാണ് you cannot take her for granted. ഓക്കെ, നമ്മൾ ഗ്രാൻറ്റഡ് ആയിട്ട് ഇപ്പം ഒരാളെ എടുക്കാന്ന് പറയാം, അതായത് നമുക്ക് നമ്മളുടെ അവസരത്തിന് ഒത്തിട്ട് എടുക്കുക എന്നുള്ള രൂപത്തിൽ പറയുക അല്ലേ. നമ്മളുടെ ആവശ്യം ആ ഒരു ടൈമിന് എടുക്കുക. സോ അങ്ങനെയുള്ള സമയത്ത് നിനക്ക് അങ്ങനെ അവളെ എടുക്കാൻ പറ്റില്ല എന്ന് പറയാനാണെങ്കിൽ യു കനോട്ട് ടേക്ക് ഹർ ഫോർ ഗ്രാൻറ്റഡ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ ഒരു സെന്റൻസ് പറയും. ഇനി ഇതുപോലെ വരുന്ന വേറെ ഒന്നാണ് യു കനോട്ട് മിസ്യൂസ് ഹിസ് കൈൻഡ്നെസ്. അവൻ്റെ കൈൻഡ്നെസ്. ചില ആൾക്കാർ നമ്മളോട് ഭയങ്കര കൈൻഡ് ആയിരിക്കില്ല, നല്ല പെരുമാറ്റമൊക്കെ ആയിരിക്കും. ഓക്കെ, അവർക്ക് നല്ല കൈൻഡ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ ആയിരിക്കും. സോ ആ കൈൻഡ്നെസ് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. ഓക്കെ, ദുരുപയോഗപ്പെടുത്തരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ നീ അത് അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിനക്ക് അത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ചെയ്യരുത് എന്നാണെങ്കിൽ യു ഷുഡൻറ്റ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പറയും. ഇനി കഴിയില്ല എന്നാണെങ്കിൽ അവിടെ നമ്മൾ കനോട്ട് എന്ന് പറയും. ഓക്കെ, സോ ഇങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം you can pay more attention. Okay, you can pay more attention when you hear to the classes or when you hear to your sir or madam in front of you. Okay, അപ്പോൾ നമുക്ക് നമ്മൾ ക്ലാസ് ഒക്കെ എടുത്ത് തരുന്ന മാം ഓർ സർ whoever it is, സോ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി അറ്റൻഷൻ ഒക്കെ കീപ്പ് ചെയ്യണം. നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി അറ്റൻറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം? ഇരിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയും. You can pay more attention. Okay, so that is the sentence they were. So in these all sentences what we have looked is about the word can. Can എന്ന് പറയുന്ന വേർഡും can't എന്ന് പറയുന്ന വേർഡും ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ can എന്ന് പറയുന്ന ഓക്സിലറി വേർബിനെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് കുറച്ച് സെന്റൻസസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മൾ ഈ ഒരു വേർഡ് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. And that's all about this video. I hope this video was useful. To know more about the course details in English Cafe, please click the link in the description and try to join as fast as possible. Thank you.